ഒരു യുദ്ധം, ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയ ഒരു യുദ്ധം. ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങിയ വൈരാഗ്യം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആളുകളുടെയും മൃഗങ്ങളുടെയും മരണത്തിൽ അവസാനിച്ചു. പുരാതന കാലത്തെ ആ യുദ്ധം മഹാഭാരത യുദ്ധം എന്ന് അറിയപ്പെടുന്നു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവം ആണോ, അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിച്ച ഒരു കഥ മാത്രമാണോ? ഇന്ന് നമ്മൾ തെളിവുകൾ തേടുന്നു. ഇതൊരു കഥയല്ല, ഇതൊരു സംസ്കാരത്തിന്റെ ആത്മാവാണ്. പാണ്ഡവർ, കൗരവർ എന്നിങ്ങനെയുള്ളവർ ധർമ്മത്തിനും അധർമ്മത്തിനുമിടയിൽ കുടുങ്ങിയപ്പോൾ അവർ തമ്മിലുണ്ടായ യുദ്ധം. അവരുടെ ഈ മഹാകഥയെ ലോകത്തിന് നൽകിയത് മഹർഷി വ്യാസനാകുന്നു. കുരുക്ഷേത്രം ഒരു സാധാരണ ഭൂമിയായിരുന്നു. പക്ഷേ ഒരു ദിവസം അത് യുദ്ധഭൂമിയായി മാറി. 18 ദിവസം ആ ഭൂമി രക്തത്തിൽ മുങ്ങി. ഇവർ വെറും കഥാപാത്രങ്ങളാണോ? കൃഷ്ണൻ ദൈവമോ അതോ ചരിത്ര വ്യക്തിയോ? അർജുനൻ യഥാർത്ഥത്തിൽ യോദ്ധാവാണോ? കർണൻ ഏറ്റവും നിർഭാഗ്യവാനായ വീരനാണോ? ഇവർ യഥാർത്ഥത്തിൽ മനുഷ്യരായിരുന്നു, പക്ഷേ കാലക്രമേണ അവരെ ദൈവികതയിൽ ഉയർത്തി. ഇനി നമുക്ക് തെളിവുകൾ നോക്കാം. കുരുക്ഷേത്രം ഇന്നു പോലും ഉണ്ട്. ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം. ഇത് ആ യുദ്ധഭൂമിയായി കണക്കാക്കപ്പെടുന്നു. ദ്വാരക കടലിനടിയിൽ ഒരു നഗരം. 1990കളിൽ നടന്ന ഒരു ഗവേഷണത്തിൽ പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ചിലർ വിശ്വസിക്കുന്നു ഇത് കൃഷ്ണന്റെ നഗരമായിരുന്നു എന്ന്. പെയിന്റഡ് ഗ്രേ വെയർ സംസ്കാരം, ഇരുമ്പ് ആയുധങ്ങളുടെ തെളിവുകൾ, ഇവയെല്ലാം ഒരേ ദിശയിലേക്ക് ചൂണ്ടുന്നു. അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു കെട്ടുകഥ മാത്രമല്ല. മഹാഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യം, മഹാ ഇതിഹാസം. ഇതിലുള്ള വിവരങ്ങൾ, യുദ്ധത്തിന്റെ വിശദമായ വിവരണങ്ങൾ, നഗരങ്ങളുടെ സ്ഥാനം, ജ്യോതിശാസ്ത്ര വിവരങ്ങൾ എന്നിവ കൊണ്ട് ചില ഗവേഷകർ പറയുന്നത് ഇവയെല്ലാം കൂട്ടിയിണക്കി നക്ഷത്ര സ്ഥിതികൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ തീയതി വരെ കണക്കാക്കാമെന്ന് ആകുന്നു. അങ്ങനെ കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം BCE 3000 മുതൽ BCE 1500 കാലഘട്ടത്തിന് ഇടയിൽ ഈ യുദ്ധവും യുദ്ധകാലവും കടന്നുപോയി എന്ന് കണക്കാക്കുന്നു. മഹാഭാരതത്തിൽ വളരെ വിചിത്രമായ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മാസ്ത്രം, ദിവ്യ ആയുധങ്ങൾ എന്നിങ്ങനെ തുടങ്ങുന്നു അവയെല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ബോംബിംഗ് ആണ്. എന്നാൽ അതുപോലെ തന്നെ ശക്തമായ, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിരുന്നു ഈ പറഞ്ഞ മഹാഭാരതത്തിലെ ആയുധങ്ങൾ എന്നാണ് ചില ഗവേഷകർ പറയുന്നത്. പക്ഷേ ശാസ്ത്രം ഇതിനൊന്നും പൂർണ്ണമായിട്ട് അംഗീകാരം നൽകിയിട്ടുമില്ല. ഒരു വശം ശാസ്ത്രം, മറ്റൊരു വശം വിശ്വാസം. മിത്ത് എന്തെന്നാൽ ദൈവങ്ങൾ, അത്ഭുതങ്ങൾ എന്നിവയാകുന്നു. റിയാലിറ്റി എന്തെന്നാൽ യുദ്ധം, രാഷ്ട്രീയം എന്നിങ്ങനെയും ആകുന്നു. മഹാഭാരതം എന്നത് ഇത് രണ്ടിൻ്റെയും കൂട്ടായ്മയാകുന്നു. ഇതൊരു യഥാർത്ഥ യുദ്ധം തന്നെ ആയിരുന്നു, പക്ഷേ ഇത് കഥയായി വളർന്നുപോയി. അപ്പോൾ മഹാഭാരത യുദ്ധം സത്യമോ അതോ വെറും ഒരു കഥയോ? ശരിയായ ഉത്തരം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആകുന്നു. ഇതൊരു യഥാർത്ഥ യുദ്ധം തന്നെ ആയിരുന്നു, പക്ഷേ കാലത്തിന്റെ ഒഴുക്കിൽ ഇതൊരു കഥയായി മാറി. മഹാഭാരതം ഒരു യുദ്ധത്തിന്റെ കഥയല്ല, അത് മനുഷ്യന്റെ ഉള്ളിലുള്ള യുദ്ധമാണ്. ശരിയും തെറ്റും തമ്മിലുള്ള പോരാട്ടം ആകുന്നു. അതാണ് ഇതിന്റെ യഥാർത്ഥ സത്യം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുരുക്ഷേത്ര യുദ്ധം സത്യമായിരുന്നോ അതോ മിഥ്യയായിരുന്നോ? ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കൂടെ കൂടുക.